നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായൺ. ആസിഫ് അലി സമ്മാനിച്ച പുരസ്കാരം സ്വീകരിച്ചില്ല. പകരം സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജിന് കൈമാറി. തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു. MT തിരക്കഥ എഴുതിയ സിനിമകളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം. ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, ഇന്നലെ നടന്ന പരിപാടിയാണ്. ഇതിൽ എന്താണ് ആസിഫ് അലിയിൽ നിന്ന് സമ്മാന പുരസ്കാരം വാങ്ങുന്നതിൽ ഒരു തടസ്സമുണ്ടായിട്ടുള്ളത്? ഇരുവരുടെയും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെ രാത്രി 8 മണിയോടുകൂടി എറണാകുളം ക്രൗൺ പ്ലാസയിലാണ് സംഭവം. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 ചിത്രങ്ങളുടെ OTT റിലീസുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ ലോഞ്ചായിരുന്നു വേദി. ഈ വേദിയിലേക്ക് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഈ ആദരിക്കുന്ന ചടങ്ങിലേക്ക് പല ഗാനങ്ങൾക്കും സംഗീതം നിർവഹിച്ചിട്ടുള്ള രമേശ് നാരായണനെയും ആദരിച്ചിരുന്നു. ആദരിക്കുന്നതിനായി ആസിഫ് അലിയെയാണ് ക്ഷണിച്ചത്. ആസിഫ് അലിയെ ക്ഷണിച്ച് ആസിഫ് അലിയുടെ കയ്യിലേക്ക് മൊമെന്റോ കൊടുക്കുന്നു. പക്ഷേ സദസ്സിനെ പുറം തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും തൃപ്തിയല്ലാത്ത രീതിയിൽ അത് വാങ്ങിക്കുന്നു. ആസിഫ് അലിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, അപമാനിക്കുന്ന രീതിയിൽ എതിർഭാഗത്തേക്ക് നോക്കുന്നു. സദസ്സിനെ പുറം തിരിഞ്ഞു നിന്ന് ഈ മൊമെന്റോ വാങ്ങിക്കുന്നു. മൊമെന്റോ വാങ്ങിയതിനു ശേഷം ആസിഫ് അലി കസേരയിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ സദസ്സിലിരുന്ന സംവിധായകൻ ജയരാജിനെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ജയരാജിന്റെ കയ്യിൽ മൊമെന്റോ വീണ്ടും കൊടുക്കുന്നു. കൊടുത്തിട്ട് സദസ്സിൽ അഭിമുഖമായി നിന്നുകൊണ്ട് ആ മൊമെന്റോ വീണ്ടും സ്വീകരിക്കുന്നു. അതായത് പൂർണ്ണമായും ആസിഫ് അലിയെ അപമാനിക്കുന്ന രീതിയിലാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ഇന്നലെ പെരുമാറിയത്. ആ പെരുമാറ്റം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ആസിഫ് അലി മറ്റ് പ്രതികരണങ്ങളൊന്നും നടത്താതെ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ച് കസേരയിൽ വന്നിരിക്കുകയാണ് ചെയ്തത്. ജയരാജിൽ നിന്ന് വീണ്ടും ഈ മൊമെന്റോ രമേശ് നാരായണൻ ഏറ്റുവാങ്ങുമ്പോഴും ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ചിരി തൂകി തന്നെ ആസിഫ് അലി അവിടെ ഇരിക്കുന്നുമുണ്ടായിരുന്നു. ശ്രുതി, ഇതിൽ ഇരുവരുടെയും പ്രതികരണം, ഇവർ എന്താണ് ഇതിലൊരു വിശദീകരണമെന്ന് രമേശ് നാരായണൻ നിന്നും ലഭ്യമായിട്ടുണ്ടോ? കാരണം ഇതിപ്പോൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ അതടക്കം വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ടാവുമല്ലോ. ശ്രുതി, താൻ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു ടെലിഫോൺ പ്രതികരണം മാത്രമാണ് രമേശ് നാരായണന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപമാനിച്ചിട്ടില്ല എന്ന് രമേശ് നാരായണൻ പറയുമ്പോഴും ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഈ സമയത്ത് ഇത്രത്തോളം സമൂഹ മാധ്യമങ്ങളിൽ വിവാദമായപ്പോൾ സ്വാഭാവികമായും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള പ്രതികരണം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരാനുള്ളൂ. അത് വരികയും ചെയ്തു. എന്നാൽ നമ്മൾ ദൃശ്യങ്ങളിലൂടെ വളരെ വ്യക്തമായി കാണുന്നതാണ് അപമാനിക്കുക തന്നെയാണ് ഉണ്ടായത്. അത് സ്വാഭാവികമാണ്. നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആസിഫ് അലി സമ്മാനിച്ച പുരസ്കാരം സ്വീകരിച്ചില്ല. അദ്ദേഹം ഇന്നലെ രാത്രി നടന്ന പരിപാടിയിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. വിശദാംശങ്ങളാണ് ലേബി സജീന്ദ്രൻ നൽകിയത്.